അയ്യോ എന്തൊരു കഷ്ടം എന്റെ കർത്താവേ. ഇപ്പൊ ശരിയാക്കി തരാം മാഡം, ഒരു മിനിറ്റ്. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ കാറ് ഞങ്ങളെ ചുമക്കുവാണോ അതോ ഞങ്ങള് കാറിനെ ചുമക്കുവാണോ? ഒരു തമാശക്കാരി. അടി അടി അടി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. പക്ഷെ തമാശയാണെന്ന് തോന്നും. സത്യം. കാപ്പി കുടിക്കണോ? ഓ, ഈ കാറ് കത്തിച്ചു കളയണമെന്നാ പറഞ്ഞ്. ആ, പെട്ടെന്ന് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചില്ലെങ്കിലേ കാറ് തനിയെ കത്തിക്കോളൂ. അയ്യോ, ഞങ്ങളെ പരീക്ഷിച്ച് മതിയായില്ല എന്റെ കർത്താവേ. മാഡം, ഈ കാറും മനുഷ്യരൊക്കെ ഒരുപോലെയാണ്. ഇപ്പൊ തന്നെ മാഡത്തിന് നിന്ന നിപ്പിൽ ഒരു അറ്റാക്ക് വന്നൂന്നിരിക്കട്ടെ. അയ്യോ അയ്യോ വന്നാ ഒരുമാതിരി വൃത്തിയോട്. ഇപ്പൊ മാഡത്തിന്റെ തലയിൽ ഒരു ഇടുത്തി. അയ്യോ വേണ്ട, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. കാർ ഒരു ജീവിയല്ലേ മാഡം, എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇവിടെ അടുത്ത് വല്ല അരുവി എങ്ങാനും കാണും. നമുക്ക് എല്ലാവർക്കും പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഞങ്ങളൊന്നും വരുന്നില്ല, തനിയെ അങ്ങ് പോയാ മതി. ഓഹോ, ശരി, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ വല്ല കരടിയോ പുലിയെങ്ങാനും വന്നാലേ ദോ ആ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പേടിക്കൊന്നും വേണ്ട. നല്ല മൂടാണെങ്കിൽ അവറ്റകളൊന്നും ചെയ്യൊന്നുമില്ല. അതിന് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാ മതി. ഞാൻ തിരിച്ചു വന്നിട്ട് ഇറക്കി തരാം. വരുന്നുണ്ടോ ഇല്ലയോ? ദൈവമേ, വരുന്നില്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നേനെ. എന്തോന്ന് കാടുത്, തിന്നാ ഒരു ചക്ക പോലും ഇല്ലല്ലോ. ഇതാണ് പട്ടിണി കെട്ടവൻ. എന്തായാലും ഞങ്ങൾ ജയിലിൽ പോകും. അതിനു മുമ്പ് തന്നെ കൊന്ന് കൊക്കയിലെറിഞ്ഞാൽ ഒരു പുണ്യകർമ്മം ചെയ്തെന്നുള്ള സമാധാനത്തോടെ നമുക്ക് പോവാം. അതൊക്കെ പാവമാണ്. മറ്റൊരു വിദ്യാർത്ഥികൾക്ക് ഇതുപോലൊരു കുരുനാഥൻ ഉണ്ടാവല്ലേ. അടങ്ങ്. സോക്രട്ടീസ്, പ്ലൂട്ടോ, എന്തിന് മഹാനായ ചെഗുവേര പോലും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. തുടങ്ങി. ഇതാണ് എന്റെ ബൊളീവിയൻ കാർഡെങ്കിൽ ആ മഹാന്മാരോടൊപ്പം പങ്കുചേരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാവങ്ങളുടെ ഒരു ചെകുവേര മണ്ടവിളക്കെ കിട്ടിട്ട് നിലത്തൊന്നുമല്ലോ താനിപ്പോഴും. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേര് തനിക്ക് ഫീസ് തന്നിട്ടില്ല. ആ ഒരു തെറ്റല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വിശന്നു വയ്യ. ഇത് വല്ലതും ഒറിജിനൽ തോക്കായിരുന്നെങ്കിൽ തന്റെ തലച്ചോറ് ഞാനിപ്പോ ചെതറിപ്പിച്ചേനെ. പറഞ്ഞ പോലെ എനിക്കും വിശക്കുന്നല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ ഇത് വിഴുങ്ങടോ. എന്താ നോക്ക്, ഇത് പിടിച്ചേ. ഓ മൈ ഗോഡ്, മാവോയിസ്റ്റ്. നോക്ക്, ഒന്നും പറയണ്ടോ. തനിക്ക് അവസാനമായിട്ട് തന്റെ ഭാര്യയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. അവള് നിന്റെ അപ്പുറമാണ്. തന്നെ ഞാൻ കൊല്ലാൻ പോവാണോ? അവളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. കൊന്നോളൂ. അയ്യോ, എന്ത് എന്താ? എവിടെ? അങ്ങോട്ട് നോക്ക്. കണ്ട? അവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇതില് നോക്ക്. കണ്ണി ചോരില്ലാത്തോണ്ട് ഒന്നും കാണും. ഇതിലൊന്നും കാണാനില്ലല്ലോ. ഇതിലൂടെ അങ്ങോട്ട് നോക്കാൻ. 1 പുലിയാണോ? 2 പേടിക്കണ്ട, ഞാനില്ലേ. 3 4. പേടിക്കല്ലേ സൽമാനെ. I think they are going to shoot us. Run and escape. Fast. Oh my God. Madam. Run. Fast. Madam. Madam. ഇങ്ങോട്ട് വരുന്നടാ വനിതാ മാവോയിസ്റ്റുകൾ. അയ്യോ, ഇവിടെ ഇരുന്ന ബൊളീവിയൻ തവള പോയോ? ഇത് പിടിച്ച ജോ. എടാ, വനിതാ മാവോയിസ്റ്റുകൾ ഓടിക്കോ. വനിതാ മാവോയിസ്റ്റ്. ഞാൻ വരണ്ടേ? ചാടി വാടാ. തീർന്നോട്ട്
എന്നെ കൊല്ലരുത് മാവുച്ചേ. ഞാൻ ഇവരോടൊപ്പം വന്നതല്ല, തോട്ടം നോക്കാൻ വന്നാണ്. തന്നെ ആരും പിടിച്ചിട്ടില്ല, കുറ്റി കുരുങ്ങിയതാ. നിക്ക്, നില്ലടേ. ഉമ്മിണി, സൽമാനെ, മാഷേ, മാഷേ, ഉമ്മിണി, എവിടെയാണ്? സൽമാൻ, മാഷേ, അയ്യോ എൻ്റെ അമ്മച്ചി. പാമ്പ്. അയ്യോ, രാജവൻ ഇനി പാമ്പ് വല്ലതും കാണുമെന്ന് ചോദിക്കാൻ വന്നതാ. കരിങ്കുരങ്ങൻ. രാജവമ്പാല എത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിക്കാറായിരിക്കുന്ന സമയത്താണ് പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നത്. പേടിത്തോറന്മാരി, നമുക്ക് രക്ഷപ്പെടാം. ഞാൻ പറയുന്നതൊന്ന് കേട്ടാ മതി. ഇനിയും സൽമാനെ അറിയാലോ, ഒന്നീ പിഴച്ച മൂന്നെന്ന്. അയ്യോ, ഈ പിഴച്ചവൻ പറയണ എനിക്ക് കേക്കല്ലേടാ. പിഴയ്ക്കാതിരിക്കാനട കരടി ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പാ അവര് നമ്മളെ കൊല്ലും. എനിക്ക് വയ്യ. ഇനി എന്താ ഒരു വഴി? ഞാൻ പറയാം. മതി. അയ്യോ, ഇവള് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ശവാടൊക്കെ കഴിയും. കാല് പിടിക്കാം, പ്ലീസ് ട്രസ്റ്റ് മീ സൽമാൻ. എന്തോന്നടേ ഇയാള്? ഷൂസിനെന്തൊരു നാറ്റം. അലിനോട് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. പറ. തോക്കില്ലേ നിന്റെ കയ്യില്? ഉണ്ട്. എങ്കിൽ മുമ്പിൽ നടക്ക്, ഞാനുണ്ടാവും പുറകില്. വേണോ? നടക്കാം. നെഞ്ചിരിച്ചിടുന്നു. അപ്പൊ ഉണ്ട്, അവന്റെ നെഞ്ചി കയറിക്കോട്ടെ. നമ്മളെന്തിനാ ആൻസപ്പ്? തോക്കെടുത്ത് തലക്ക് ചൂണ്ടിട്ട് പറയടാ ആൻസപ്പ്. അനങ്ങിപ്പോകരുത്. ബെസ്റ്റ്. ഇനി എന്ത് ചെയ്യാം? അയ്യോ, ഇനി ഇയാള് പറയുന്ന കേക്കണ്ട, അവര് പറയുന്ന കേക്ക. തോക്കങ്ങോട്. ഉണ്ടയില്ല, റോൾ പൊട്ടാസ് ഇടുന്ന തോക്കാണ്. വെള്ളം ചീറ്റുന്ന ഒരു തോക്കും ഉണ്ട്, അത് വേണോ? സറണ്ടർ. അതും കൂടെ കൊടുത്തേക്ക്. വേണ്ടെന്ന്. മാഷേ, ഉമ്പിടി, സൽമാ, കള്ളി. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയായിരുന്നു എനിക്ക്. ഇല്ല, ദൈവമുണ്ട്. അല്ലായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇങ്ങനെ എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തില്ലായിരുന്നു. ഇന്നലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യുന്നതിനെല്ലാം ഈ പ്രപഞ്ചം എൻ്റെ കൂടെ നിൽക്കുമെന്ന്. സത്യം. ദേവയാനി, അതോ അത് തന്നെയാണോ നിന്റെ ശരിക്കുമുള്ള പേര്? എനിക്ക്
ഇവര് നമ്മൾ വിചാരിച്ച പോലെ വനിതാ മാവോയിസ്റ്റുകളൊന്നും അല്ല. ഈ കാട്ടിൽ വെച്ച് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. വെറും പാവങ്ങള്. ഇടാ ഇത് ഐ മീര മാമൻ. ദിസ് ഇസ് ശ്രദ്ധ, ദിസ് ഇസ് റൂപ. ഇത് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ദേവയാനി. ടാക്സി and meet our friend Joe Joseph തിരുതനത്തിൽ, സ്റ്റോക്ക് ബ്രോക്കർ ഫ്രം വാൾ സ്ട്രീറ്റ്. വേദനിക്കുന്ന ഒരു കോടീശ്വരൻ. ഒരു പാവം. ചില സമയത്ത് വേദന കൂടുമ്പോ ഞങ്ങള് വിക്സ് ഇട്ട് കൊടുക്കും അല്ലേടാ. മിസ്റ്റർ ജോയി എനിക്ക് എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുള്ള പോലെ. അല്ല അതങ്ങനെ വരെ മീരയ്ക്ക് ആളെ കൂടി ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച 10 പ്രബന്ധങ്ങളിൽ ഒന്ന് അതിവന്റെ 10 തലയായവന് താനി രാവണൻ. ശരിയായിരിക്കും. മീര ചിലപ്പോ ഇവനെ എയർപോർട്ടിൽ വെച്ചായിരിക്കും കണ്ടിരിക്കുന്നത്. He is always traveling, you know? Yeah, maybe. മേബി വലിയ കോടീശ്വരനായതുകൊണ്ട് എയർപോർട്ടിനകത്ത് വരെ വീടുണ്ട്. വീടല്ലടാ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അളിയാ, നമ്മളെപ്പോലെ ഇവരും കാട്ടില് വഴിതെറ്റി വന്നതാണ്. ഇനി എന്തുമാത്രം വഴിതെറ്റാൻ കിടക്കുന്നു. വഴി തെറ്റിയതല്ലോ, തെറ്റിച്ചതല്ലേ. പിന്നെ തുടങ്ങി. നമ്മുടെ ജീപ്പ് കിടന്ന സ്ഥലം എനിക്കറിയാം. ദേ അവിടെ എവിടെയെന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാ അതെപ്പോഴും ചിലപ്പം കാട്ടാനായിരിക്കും. ജോയിക്ക് സിംഗപ്പൂരും ജർമ്മനിയും അല്ലാതെ മറ്റെവിടൊക്കെയുണ്ട് ബിസിനസ്? ചൈന, റഷ്യ, ലിത്വാനിയ, പിന്നെ ഈ ലാൽ ജോസാർ ടൂറിന് പോയ എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ് ഉണ്ട്. പക്ഷെ അമേരിക്കയിൽ മാത്രമല്ല. അതെന്താ? പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഒരു പണക്കം. അപ്പൊ നേരത്തെ പറഞ്ഞ വാൾ സ്ട്രീറ്റ് അമേരിക്കയിലല്ലേ? അത് വേറെ പഞ്ചായത്ത്. അതാണ്. പക്ഷെ ഞാനവിടെ സ്ഥിരമായിട്ട് നിൽക്കാറില്ല. വന്നും പോയി ഓ, ചിലപ്പോ പോയി വന്നിരിക്കും. പോലെ പോലെ പോലെ. എങ്ങനെയുണ്ട്? Horrible. അതാണ് അഡ്ജസ്റ്റ്മെന്റ്. നീ ചിരിക്കണ്ട, നീ ഇവന്റെ മൂത്താപ്പ. വന്നേ. ഇതെന്നായി പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എടാ, നീ ഒരു വലിയ ബിസിനസ്സുകാരൻ. നിനക്ക് ബിസിനസ് ചെയ്ത് മടുക്കുമ്പോ നീ ഈ ലോകത്തെ എല്ലാ കാടുകളും ചുറ്റി സഞ്ചരിക്കും. വാത്മീകിയെ പോലെ കൂടും കൂട്ടുമില്ലാത്ത ഒരു പ്രവാസിയുടെ ജീവിതം. ഇതൊക്കെ എന്നാത്തിന്? അവസാനത്തെ വഴി. ഈ മീരയുടെ അമ്മാവനാരാന്ന് എനിക്കറിഞ്ഞോ? MP സേവിയർ അഗസ്റ്റിൻ. അതുകൊണ്ട് ഇവളുടെ ഒരു വാക്ക് മതി നമ്മളെ രക്ഷിക്കാൻ. പെർഫെക്റ്റ് അലീബി. അലിമ്പിയ അലീബി. ആ കൃത്യം. അതായത് അവിടെ ബാങ്ക് റോബറി നടന്ന സമയത്ത് നമ്മൾ ഈ കാട്ടിൽ ഇവരോടൊപ്പമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്, സാക്ഷ്യം. അവളെ ഒന്ന് സോപ്പിട്ട് വീഴ്ത്തിയാൽ നമ്മൾ ഈ ഊരാ കുടിക്കുന്ന രക്ഷപ്പെടും. അതിന് സോപ്പൊന്നിന് പഴത്തിൽ വരെ. ഹലോ, എന്താ അവിടെ ഒരു ഗൂഢാലോചന? നത്തിങ്. ഞാൻ അങ്ങ് വരാം. ഞാനും വരാം. നീ വന്നേ. മാഡം, നിങ്ങൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് ബെഞ്ചാപുരയിലെ ടിബറ്റൻ കോളനിയിൽ പോകുകയെന്നല്ലേ പറഞ്ഞു? ഈ ജോയിക്ക് ടിബറ്റൻ ലാംഗ്വേജ് നല്ല വശമാണ്. He can be of great help. ആണോ? ജോ, പ്ലീസ് പ്ലീസ്, can you come with us? വേറെ ജോലി തിരക്കൊന്നും ഇല്ലെങ്കിൽ. ഇവൻ എന്തൊരു ജോലി? ഒരു കോടി ലാഭം കിട്ടുന്ന ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ നമ്മളോടൊപ്പം വരും. അതാണ് നമ്മുടെ സുഹൃത്ത്. പണി പാളി. നീയെ കൂടെ എന്നെ കൊടക്കി കൊടുക്കൂ. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്. നീ മിണ്ടാതെ വന്നേ. ആന ഇറങ്ങുന്ന സ്ഥലമാ. നിനക്ക് ആനയെ പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. എന്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആന എവിടെ? അതിനെ ഉമ്മച്ചി കത്തിച്ചു കളഞ്ഞു. എന്തിന്? തടിയിലുണ്ടാക്കിയ ആനയല്ലേ, വിറക് തീർന്നപ്പോ കത്തിച്ച്. നടന്നു കിടന്ന് നമ്മൾ ശബരിമല എത്തിയ ശരണം വിളി കേൾക്കുന്ന. അത് ശബരിമലയും ശരണവിളിയൊന്നും അല്ല. ഇവിടെ അടുത്ത് എവിടെയോ ആയിരിക്കും ബഞ്ചാര പുൽമേട്. അവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. ടൂറിസ്റ്റ് എങ്കിൽ ടൂറിസ്റ്റ്, അവനൊക്കെ തിന്നതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് തിന്നാം. എല്ലാം തീർക്കല്ലേടാ.